മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം.എൽ.എ നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. പൊതുപ്രവർത്തകൻ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലും പിന്നീട് വിധി പറയും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും പിന്നീട് ആ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് റിവിഷൻ പെറ്റീഷനുമായി ഹൈക്കോടതിയിൽ എത്തിയത്. അപ്പോഴും മാത്യു ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ച ഈ 1,72,00,000 രൂപ അത് മുഖ്യമന്ത്രി CMRL ചെയ്തു കൊടുത്ത ആനുകൂല്യത്തിന്റെ ഭാഗമായാണ്, ഇത് മാസപ്പടിയാണെന്ന് ആവർത്തിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയും മകളും ഈ കേസിൽ വിഭിന്നമായ നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഒരു തരത്തിലുള്ള ഇടപാടും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും CMRL നൽകിയിട്ടില്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു എന്നതായിരുന്നു. വീണ ഈ സ്വീകരിച്ച നിലപാട് താനൊരു സ്വകാര്യ അല്ലെങ്കിൽ സ്വതന്ത്ര എന്റർപ്രണറാണ്, അതുമായി ബന്ധപ്പെട്ട് താൻ സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി ബന്ധിപ്പിക്കുന്നതെന്ന് അറിയില്ല, ഇത് രാഷ്ട്രീയമായ വേട്ടയാടലാണെന്ന് വീണ വ്യക്തമാക്കി. CMRലും സമാനമായ നിലപാട് സ്വീകരിച്ചു. സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് മാത്യു കുഴൽനാടിൻ്റെത് പേരെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും, അതുമാത്രമാണ് മാത്യു വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലുള്ള തെളിവും മാത്യുവിൻ്റെ പക്കലില്ല എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ഉന്നയിച്ചത്. അങ്ങനെ വിശദമായി 3 മാസത്തോളം ഈ വിഷയത്തിൽ വാദം കേട്ടു. ഇതിലാണ് നിലവിൽ അടുത്ത ആഴ്ച വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. ക്രിസ്റ്റീന. വിഷ്ണു, അതേപോലെ തന്നെ കോടതി ഈ 2 ഹർജികളിലും ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലും പിന്നീടാണല്ലോ വിധി പറയുന്നത്. അപ്പോൾ ഈ കേസിന്റെ വാദം പരിഗണിച്ച് ഏത് സാഹചര്യത്തിലാണ് വിധി പറയാനിത് മാറ്റിയിരിക്കുന്നത്? ക്രിസ്റ്റീന, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത ആഴ്ചയായിരിക്കും ഈ കേസിൽ വിധി പറയുക. അതായത് വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ളതാണ് രണ്ടുപേരുടെയും ആവശ്യം. പക്ഷേ നേരത്തെ ഇത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും അതോടൊപ്പം തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഇതേ സമാനമായ ആവശ്യങ്ങൾ തള്ളിയിരുന്നു. അന്ന് കോടതി കണ്ട പ്രധാനപ്പെട്ട നിരീക്ഷണം ആരോപണങ്ങളല്ലാതെ, ഈ TV വാർത്തകൾ അല്ലാതെ മറ്റു ഒരു തരത്തിലുള്ള തെളിവുകളും ഈ ഹർജിക്കാരൻ രണ്ടുപേർക്കും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് ഹർജി തള്ളിയത്. സർക്കാരും സമാനമായ നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ഇതിലേക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയോ സർക്കാരോ കക്ഷി ചേർക്കപ്പെടുന്നത്? രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് മാത്യു കുഴൽനാടന്റെ ഹർജിക്ക് പിന്നിലുള്ളത്. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് ഒരു ഡയറിയാണ്. ആ ഡയറിയിൽ ചില പേരുവിവരങ്ങളുണ്ട്, അതിൽ ചില കോൺഗ്രസ്സുകാരുടെ പേരുകൾ പോലുമുണ്ട്. പക്ഷേ ഹർജിക്കാരൻ ഒരു തരത്തിലും ആ പേരുകൾ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ ലക്ഷ്യമുള്ള അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള ഒരു ഹർജിയാണെന്ന് മനസ്സിലാകുന്നു. ഒരു തരത്തിലും സദുദ്ദേശപരമല്ല ഈ ഹർജിയെന്ന് കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി. പക്ഷേ മാത്യു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. CMRLന് തൃക്കുന്നപ്പുഴയിൽ ഭൂമി അനുവദിച്ച് നൽകിയത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ പിൻപറ്റിയാണ് വീണയ്ക്ക് ഒരു തരത്തിലും സേവനങ്ങൾ നൽകാതെ ഇത്തരത്തിൽ ഈ മാസപ്പടി അനുവദിച്ചതെന്നുള്ള നിലപാടിൽ മാത്യു ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാൻ അടുത്ത ആഴ്ച മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.